ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വയനാട് ജില്ലയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ കാസർഗോഡ് ജില്ലയെക്കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് വയനാട് ജില്ലയെക്കുറിച്ച് അറിയാം. വയനാട് ജില്ല സ്ഥാപിതമായ വർഷം 1980 നവംബർ 1. വയനാട് ജില്ലയുടെ നിയമസഭാ മണ്ഡലം 3, ലോക്സഭാ മണ്ഡലം 1. പുറൈക്കിഴിനാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം വയനാട്. പുറൈക്കിഴിനാടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം തിരുനെല്ലി ശാസനം. വയനാടിൻ്റെ ആസ്ഥാനം കൽപ്പറ്റ. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് അസംബ്ലി മണ്ഡലങ്ങൾ ഉള്ള ജില്ല വയനാട്. നഗരവാസികൾ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകളുള്ള ജില്ല വയനാട്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല വയനാട്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല വയനാട്. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കുറച്ച് വീടുകളുള്ള ജില്ല വയനാട്. ദേശീയ പാതാ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാട്. കാപ്പിയും ഇഞ്ചിയും ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലുള്ള അമ്പലവയൽ. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. വയനാട്ടിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങൾ: പണിയർ, കുറിച്യർ, കുറുമൻ, കാട്ടുനായ്ക്കർ, കാടൻ, ഊരാളി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം അത് പണിയർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമതായി കാണപ്പെടുന്ന ആദിവാസി വിഭാഗം അത് കുറിച്യർ. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴ. വയനാട് ജില്ലയിലെ പ്രധാന നദി കബനി. വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി കോട്ട നിർമ്മിച്ച രാജാവ് ടിപ്പു സുൽത്താൻ. മീൻമുട്ടി വെള്ളച്ചാട്ടം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പാൻ മസാല രഹിത ജില്ല വയനാട്. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം വയനാട് ജില്ലയിലെ പനമരം. ഇനി കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പൂക്കോട്. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി. അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യനാണ്, അതൊന്ന് ഓർത്തു വെക്കുക. വയനാട് ജില്ലയിലെ അപരനാമങ്ങളും പഴയ പേരുകളും: കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം അത് വയനാട് ജില്ലയിലെ ലക്കിടിയാണ്. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം എന്നാണ്. കിടങ്ങനാട് എന്നും മുമ്പ് അറിയപ്പെട്ടിരുന്നു. അതായത് ആദിവാസി വിഭാഗമായ കിടങ്ങരുടെ സാന്നിധ്യം കാരണം കിടങ്ങനാട് എന്നറിയപ്പെട്ടിരുന്നു. കേരളത്തിലെ കാശി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം അത് തിരുനെല്ലിയാണ്. കേരളത്തിലെ കാശി തിരുനെല്ലി. മഹാനന്തവാടി എന്നത് പിൽക്കാലത്ത് മാനന്തവാടി ആയത് എന്ന് കരുതപ്പെടുന്നു. പൗരാണിക രേഖകളിൽ മഴക്ഷേത്രം എന്ന് പരാമർശിക്കപ്പെട്ടിരുന്ന പ്രദേശമാണ് വയനാട്. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം, അതായത് വയനാട് ചുരം എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഈ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. സഹ്യപർവ്വത നിരയിലെ ചെമ്പ്ര കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചെമ്പ്ര കൊടുമുടി. 6730 അടിയാണ്. അപൂർവ ഇനം പക്ഷികളെ കാണാനാവുന്ന വയനാട്ടിലെ പ്രദേശം പക്ഷിപ്പാതാളം. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി മലനിര.
തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താഴ്വര വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി. തിരുനെല്ലി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി വിഷ്ണു. തെക്കൻ കാശി അതായത് ദക്ഷിണ കാശി എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ്. വയനാട്ടിലേക്കുള്ള കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ്.കെ. പൊറ്റക്കാട് എഴുതിയ നോവൽ വിഷകന്യക. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട്. ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിലാണ് വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കബനിയുടെ പോഷക നദിയായ കാരാപ്പുഴയിലാണ് കാരാപ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം 28 മീറ്റർ ആണ്. വയനാട് ജില്ലയിലെ പ്രധാന സംഭവങ്ങൾ. കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്നത് 1812 ആണ്. കുറിച്യ കലാപത്തിൽ പങ്കെടുത്ത മറ്റൊരു ആദിവാസി വിഭാഗമാണ് കുറുമ്പർ. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. കുറിച്യ കലാപത്തെ അമർച്ച ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. മുത്തങ്ങ ഭൂസമരം നടന്ന വർഷം 2003. മുത്തങ്ങ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. സംരക്ഷിത മൃഗം ആന. ഇനി കുഴപ്പിക്കുന്ന വസ്തുതകൾ നോക്കാം. 2 സംസ്ഥാനങ്ങളായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല വയനാട്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു താലൂക്ക് അത് സുൽത്താൻ ബത്തേരി ആണ്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായാണ് അതിർത്തി പങ്കിടുന്നത്. സിക്കിൾ സെൽ അനീമിയ എന്ന ജനിതക രോഗം കൂടുതലായി കാണപ്പെടുന്ന ജനവിഭാഗമാണ് വയനാട്ടിലെ ആദിവാസികൾ. വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികൾ. പഴശ്ശി രാജാവിൻ്റെ യഥാർത്ഥ പേര് കോട്ടയം കേരള വർമ്മ. പുരളി ഷെമ്മാൻ എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശി രാജ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാവേ ബാബർ. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഹൃദയാകൃതിയിലുള്ള കായൽ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മേപ്പടി. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ട്. ഇന്ത്യയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ടാണിത്. ഏഷ്യയിലെ 2ാമത്തെ വലിയ മണ്ണ് അണക്കെട്ട് ബാണാസുര സാഗർ. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി കബനി. ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചത് 1979 കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോടിനു കുറുകെ ഇത് നിർമ്മിച്ചിരിക്കുന്നു. കക്കയം ജലവൈദ്യുത പദ്ധതിക്ക് ജലം എത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്ത് ജലസേചനം നടത്തുക, കുടിവെള്ളം എത്തിക്കുക എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. കേരളത്തിലെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ അമ്പുകുത്തി മലയിലെ 2 പ്രകൃതിജന്യമായ ഗുഹകളാണ് എടക്കൽ ഗുഹകൾ എന്നറിയപ്പെടുന്നത്. ഈ എടക്കൽ ഗുഹ വയനാട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ചെറു ശിലായുഗ സംസ്കാര കാലഘട്ടത്തിലേതെന്നു കരുതുന്ന ശിലാലിഖിതങ്ങൾ ഈ ഗുഹയിൽ കാണപ്പെടുന്നു. കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങൾ ഇവയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 4000 അടി ഉയരത്തിലുള്ള അമ്പുകുത്തി മലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട ഒരു വിള്ളലിൽ മുകളിൽ നിന്ന് വീണുറച്ച കൂറ്റൻ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അറിയേണ്ടതുണ്ട്. പ്രാചീന ശിലാലിഖിതങ്ങളുള്ള എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തി മല. 1890 എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ
ഫ്രെഡ് ഫോസെറ്റ്. ഇനി മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസാണ് പൂക്കോട് ശുദ്ധജല തടാകം. ഈ പൂക്കോട് ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട് തടാകം. മറ്റു പ്രധാനപ്പെട്ട വസ്തുതകളാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുവ ദ്വീപ്. ഇത് വയനാട് ജില്ലയിലാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല അത് വയനാടാണ്. വയനാടിൻ്റെ സുഗന്ധ നെല്ലിനങ്ങളാണ് ഗന്ധകശാല, ജീരകശാല. വയനാട്ടിലെ അടിയർ നടത്തിവരുന്ന അനുഷ്ഠാന കലാരൂപമാണ് ഗന്ധിക. കേരളം, കർണാടക, തമിഴ്നാട് എന്നിവയുടെ സംഗമസ്ഥാനത്തുള്ള മലനിരകളാണ് നീലഗിരി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് അമ്പലവയൽ. വയനാട്ടിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ സൂചിപ്പാറ, കാന്തൻപാറ, ചെതലയം. ഇനി തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹിൽ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഇത്രയുമാണ് വയനാട് ജില്ലയെക്കുറിച്ചിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ നല്ലൊരു ടോപ്പിക്കുമായിട്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. അതായത് താമരശ്ശേരി ചുരത്തിന് പിന്നിലുള്ള ഒരു കഥ, അതുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.